അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിനുവേണ്ടി ധാരാളം സമയം നീക്കിവെക്കുകയും ചെയ്യുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹപര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പരിഗണനയും സഹായവും രക്ഷയും ധാരാളമായി ഇക്കൂട്ടർക്ക് ലഭിക്കും. ഇമാം ഖുർത്തുബി തൻ്റെ തഫ്സീറിൽ പറയുന്ന ഒരു അനുഭവം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അഹ്ലുസുന്നയിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഖുർത്തുബി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമായ സൂറത്തു ബനു ഇസ്രായീലിലെ 45-ാം ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാം. അദ്ദേഹം ജീവിച്ചിരുന്നത് സ്പെയിനിലായിരുന്നു. നമുക്കറിയാം, കിഴക്ക് ജസീറത്തുൽ അറബിൽ നിന്ന് തുടങ്ങി സ്പെയിനിൽ വരെ പരിശുദ്ധ ഇസ്ലാം എത്തി. സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചതും അവിടെയാണ് അദ്ദേഹം ജീവിച്ചതും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സ്പെയിനിൻ്റെ ക്ഷയത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇസ്ലാം സ്പെയിനിലേക്ക് എത്തുകയും അവിടെ അത് പ്രചരിക്കുകയും, എന്നാൽ കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ഇസ്ലാമികമായ ഭരണകൂടം പതുക്കെ ക്ഷയിച്ച് മുസ്ലിമുകൾ ചെറിയ ചെറിയ രാജ്യങ്ങളായി തീർന്ന് തർക്കിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറും അതടക്കമുള്ള മറ്റ് പല ഗ്രന്ഥങ്ങളും രചിക്കുന്നത്. ശത്രുക്കൾ ഇസ്ലാമിനെ കീഴടക്കി വെക്കുകയും കുരിശ് സൈന്യത്തിൻ്റെ അക്രമം നടക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയി. മുസ്ലിമീങ്ങളെയും വിശിഷ്യ പണ്ഡിതന്മാരെയുമെല്ലാം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഖുർആനിന് വേണ്ടി, മതപഠനത്തിന് വേണ്ടി സമയം നീക്കിവെക്കുകയും പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ രചിക്കുകയും ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. മുസ്ലിം പണ്ഡിതന്മാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ 2 പട്ടാളക്കാർ അദ്ദേഹത്തെ പിടികൂടി കൊല്ലുന്നതിന് വേണ്ടി പിന്തുടരുകയുണ്ടായി. ആ സമയത്ത് അത്ഭുതകരമായ രൂപത്തിൽ അദ്ദേഹം രക്ഷപ്പെടുകയും അള്ളാഹുവിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് സൂറത്തു ഇസ്രായിലെ 45-ാം ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വൈദാ ഖറഅ്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. നബിയെ, നീ ഖുർആൻ വായിക്കുന്നതായാൽ നിൻ്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ മറക്കപ്പെട്ട അഥവാ ദൃശ്യമല്ലാത്ത ഒരു മറയെ നാം ഏർപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ തഫ്സീറിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും അള്ളാഹു നൽകിയ ഒരുപാട് രക്ഷാമാർഗങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം സൂചിപ്പിക്കുകയാണ്. വലഖദ് ഇത്തഫഖ ലി ബിബിലാദിനൽ അൻദുലസ് ബിഹിസ്നി മൻസൂരിൻ മിൻ അഅമാലി ഖുർതുബത മിസ്ല ഹാദാ وذلك أني هربت أمام العدو وانهزت إلى ناحية عنه فلم ألبث أن خرج في طلبي فارسان وأنا في فضاء من الأرض قاعد ليس يسترني عنهما شيء وأنا أقرأ أول سورة ياسين وغير ذلك من القرآن فعبرا علي ثم رجعا من حيث جاء وأحدهما يقول للآخر هذا ديبلة يعنون شيطانا وأعمى الله عز وجل أبصارهم فلم يروني والحمد لله حمدا كثيرا على ذلك. അദ്ദേഹം പറയുന്നത്, എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ സൂചിപ്പിക്കുകയാണ്. 2 പട്ടാളക്കാർ എന്നെ പിന്തുടർന്നു. അങ്ങനെ ഞാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി. എനിക്കും അവർക്കുമിടയിൽ മറയിൽ ഒന്നുമില്ലായിരുന്നു. ഈ സമയത്ത് അവർ എന്നെ പിടിക്കുമെന്നായി ഞാൻ സൂറത്ത് യാസീനും അതുപോലെയുള്ള മറ്റ് ഖുർആനിലെ സൂറത്തുകളും പാരായണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും എന്നെ കാണാതിരിക്കുകയും അവർ 2 പേരും വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും അവരിൽ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഇത് വല്ല ഷെയ്ത്വാനോ
അല്ലെങ്കിൽ മറ്റേ ജിന്നോ മറ്റെന്തെങ്കിലുമാണോ എന്ന് പറയുകയും അവരുടെ കണ്ണിൽ നിന്ന് അള്ളാഹു എന്നെ മറക്കുകയും ചെയ്തു. അല്ലാഹു അസ്സ വജല്ല അബ്സ്വാറഹും വലം യറൗനി, അള്ളാഹു താല അവരുടെ കണ്ണുകളിൽ ദൃഷ്ടിയിൽ നിന്ന് അള്ളാഹു എന്നെ മറച്ചു, ഞാൻ അവരെന്നെ കണ്ടില്ല. വൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ അലാ ദാലിക, അള്ളാഹുവിനെ ഞാൻ ധാരാളമായി സ്തുതിക്കുന്നു. അപ്പോൾ ഈ സംഭവം ഇവിടെ എടുത്തു പറഞ്ഞത് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ഖുർആനിൻ്റെ അഹ്ലുകാരെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നതിനു വേണ്ടിയാണ്. ഈ ഒരു സംഭവം ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഊർജം പകരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.